ഹലോ എവറി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂ SRTയുടെ ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡിൽ വരുന്ന സാമൂഹ്യശാസ്ത്ര ഭാഗം 2 ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും എന്നതാണ്. ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ നമ്മൾ ചാപ്റ്റേഴ്സ് കുറെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ദേശീയ പ്രസ്ഥാനവും കേരളവും നമ്മൾ പഠിച്ചതാണ്. ലോക ഭൂപടത്തിൽ യൂറോപ്പ് പഠിച്ചതാണ്. ഫ്യൂഡലിസവും മധ്യകാല ലോകവും പഠിച്ചു. കാർഷിക മേഖലയും നൂതന പ്രവണതകളും പഠിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി ആകെ 2 ചാപ്റ്റർ ബാക്കിയുള്ളൂ. അതിലൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. നമ്മൾ കഴിഞ്ഞ ജനാധിപത്യം, അർത്ഥവും വ്യാപ്തി. അപ്പൊ ജനാധിപത്യത്തെ കുറിച്ച് കുറച്ചുകൂടെ വ്യാപ്തമുള്ള രീതിയിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനമാണ്. അതിനോടൊപ്പം തന്നെ ഒരു മൂല്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മൂല്യമാണ്. സുദീർഘമായിട്ടുള്ള ചരിത്ര പരിണാമ പ്രക്രിയയിലൂടെയാണ് നാം ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥ നമുക്കിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള കുറേയേറെ ചരിത്രങ്ങളും മറ്റു വസ്തുതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എത്തിയത് എന്നുള്ള രീതിയിലേക്കും ഭരണഘടന എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള രീതിയിലേക്കും ഒക്കെ ഉള്ള കാര്യങ്ങൾ കുറേയൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ, ജനാധിപത്യത്തിന്റെ ഉദ്ഭവം, അതിന്റെ പ്രത്യക്ഷ പരോക്ഷ ജനാധിപത്യ രീതികൾ, പാർലമെന്ററി പ്രസിഡൻഷ്യൽ സമ്പ്രദായങ്ങളുടെ സവിശേഷത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു സംഭാഷണ ശകലം വന്നിട്ടുണ്ട്, നോക്കാം. എനിക്ക് 18 വയസ്സ് പൂർത്തിയായി. എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിന് എനിക്ക് വോട്ട് ചെയ്യാം. 18 വയസ്സ് പൂർത്തിയായി, എനിക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത കുട്ടി ചോദിക്കുന്നു, എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? അപ്പോൾ വോട്ടിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന്റെയും വോട്ടിന്റെയും പ്രാധാന്യം എന്ന രീതിയിലേക്കാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചു വെച്ചിട്ടുള്ളത്. നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞതുപോലെ 18 വയസ്സ് പൂർത്തിയായാൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനായി സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ജനാധിപത്യത്തിൽ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത് വോട്ടെടുപ്പിലൂടെയാണ്. വോട്ടെടുപ്പിലൂടെ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം, തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള സാധാരണ സങ്കല്പം. തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുമാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള സാധാരണ സങ്കല്പം. എന്നാൽ ഈ ഒരു തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു വ്യവസ്ഥയെ ജനാധിപത്യം എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ? തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപതികളും ചരിത്രത്തിലുണ്ട്. അപ്പൊ ഇവിടെയാണ് ജനാധിപത്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടെയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ തരങ്ങളായിട്ടുള്ള ആശയങ്ങളുടെ അടിത്തറയിലാണ് ജനാധിപത്യം പണിതുയർത്തിയിട്ടുള്ളത്. ഈ മൂല്യങ്ങളെ നാം മാനിക്കുകയും അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും, ഈ മൂല്യങ്ങളെ മാനിക്കുക മാത്രമല്ല അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റുകളാണ് ജനാധിപത്യത്തിൽ ഉള്ളത്. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും പറഞ്ഞു, അൺലിമിറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഈ പരിധികളൊക്കെ ആരാണ് കൽപ്പിച്ച് നൽകുന്നത്? അത് ഭരണഘടനയാണ് കേട്ടോ. ഭരണഘടനയാണ് ഈ പറഞ്ഞ പരിമിതികൾ കൽപ്പിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും നമുക്ക് വിളിക്കാം. ഭരണഘടനയാണല്ലോ ഈ പരിമിതികൾ ഒക്കെ കൽപ്പിച്ച് നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ജനാധിപത്യത്തെ, ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്ന് വിളിക്കാം. സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ജനാധിപത്യം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ജനാധിപത്യത്തിലേക്കുള്ള വികാസ പരിണാമങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. നമുക്ക് അവയെക്കുറിച്ച് നോക്കാം.
ഗ്രീസ് ജനാധിപത്യത്തിന്റെ ജന്മദേശം. ജനാധിപത്യ സംവിധാനത്തിന്റെ ഉദ്ഭവം പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായിരുന്നു. ജനാധിപത്യത്തിന്റെ ഉദ്ഭവം പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായിരുന്നു. ഏതൻസ് ആണ് ഈ നഗര രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത്. ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ്, അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. അങ്ങനെ ജനാധിപത്യം എന്ന വാക്ക് രൂപം കൊണ്ടു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെമോസ് എന്ന ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദവും ക്രാറ്റോസ് എന്ന അധികാരം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദവും തമ്മിൽ ചേർന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ജനാധിപത്യത്തിന്റെ ഉദ്ഭവം ഉണ്ടായിട്ടുള്ള ഏതൻസ് എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരത്തിന്റെ ഉറവിടം കൂടിയായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് എന്താണ് രാഷ്ട്രം എന്ന് നമ്മൾ പഠിച്ചതാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരന്മാർ നേരിട്ടായിരുന്നു. അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപന്മാരെയും ജനങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. ജനങ്ങൾ നേരിട്ടാണ് സൈന്യാധിപന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം, ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വിളിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപന്മാരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇത്തരത്തിൽ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയിലും ഒരു പരിമിതി ഉണ്ടായിരുന്നു. ജനങ്ങൾ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ കൂടിയും ഇവിടെ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തമുണ്ടായിരുന്നില്ല. ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തമുണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ് വിളിക്കുന്നത്. ഇനി പ്രത്യക്ഷ ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്തൊരിടത്തും ഇപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. എങ്കിലും അതിൻ്റെ ചില ഉപാധികൾ പല ജനാധിപത്യ വ്യവസ്ഥകളിലും ഇപ്പോൾ കാണാനായി സാധിക്കും. അവ എന്തൊക്കെയാണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങൾ അതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 1 റീകോൾ, 2 റെഫറൻഡം, 3 പ്ലെബിസൈറ്റ്, 4 ഇനീഷ്യേറ്റീവ് എന്നതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. റീകോൾ, തിരിച്ചു വിളിക്കൽ. ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയ നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ടുണ്ട്. മലയാളത്തിലൊരു സിനിമയിൽ ഈ ഒരു ആശയം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റീകോളാണ്, തിരിച്ചു വിളിക്കൽ. ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുന്ന സാഹചര്യത്തിൽ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് തിരിച്ചു വിളിക്കൽ. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ തിരിച്ചു വിളിക്കൽ പ്രക്രിയ നടക്കുന്നത് ഒരു നിശ്ചിത ശതമാനം, എത്രയെന്ന് പറഞ്ഞിട്ടില്ല, ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഈ റീകോൾ പ്രോസസ്സ് നടപ്പിലാക്കുന്നത്. ഇതാണ് റീകോൾ. 2 ജനഹിത പരിശോധന, റെഫറൻഡം. എന്താണ് റെഫറൻഡം? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് ജനഹിത പരിശോധന അല്ലെങ്കിൽ റെഫറൻഡം എന്ന് പറയുന്നത്. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊണ്ട് വോട്ടെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജനഹിത പരിശോധന. അടുത്തത് മുൻകൈയെടുക്കൽ, ഇനീഷ്യേറ്റീവ്. നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം, നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാൻ
മാർഗമാണ് മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപമോ അല്ലെങ്കിൽ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു. മുൻകൈ എടുത്ത് സമർപ്പിക്കുന്നു എന്ന രീതിയിൽ ഓർത്തു വെക്കാം. നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടുന്നതിനുള്ള മാർഗമാണ് മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്. അതായത് തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിൻ്റെ ഒന്നെങ്കിൽ കരട് രൂപമോ അല്ലെങ്കിൽ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് അഭിക്രമമാണ്, പ്ലബിസൈറ്റ്. വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള മാർഗമാണ് പ്ലബിസൈറ്റ് എന്നത്. വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ തീരുമാനം എന്താണ് എന്ന് അറിയുന്നതിനുള്ള മാർഗമാണ് പ്ലബിസൈറ്റ് അല്ലെങ്കിൽ അഭിക്രമം. ഇവയാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങൾ. ജനഹിത പരിശോധന, തിരിച്ചുവിളിക്കൽ, മുൻകൈ എടുക്കൽ, അഭിക്രമം അല്ലെങ്കിൽ പ്ലബിസൈറ്റ് എന്നിവ. ഇത്തരത്തിൽ പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള ഒരു രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ് എന്നത്. സ്വിറ്റ്സർലൻഡ് പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രത്യക്ഷ ജനാധിപത്യത്തെക്കുറിച്ചാണ്. പിന്നീട് രാജ്യത്തിൻ്റെ വിസ്തൃതിയും ജനസംഖ്യയും ഒക്കെ വർദ്ധിച്ചപ്പോൾ ഗ്രീക്ക് മാതൃകയിലുള്ള ഈ ഒരു പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതായി. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യ പോലെയുള്ള വലിയൊരു രാജ്യത്ത്, ഇത്രയേറെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നേരിട്ട് ജനങ്ങൾക്ക് ഇടപെടുന്ന രീതിയിലുള്ളൊരു നിയമനിർമ്മാണമോ മറ്റു കാര്യങ്ങളൊന്നും സാധ്യമല്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഗ്രീക്ക് മാതൃകയിലുള്ള പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതെയായി. അങ്ങനെയാണ് ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അത്തരത്തിലുള്ള സംവിധാനത്തെയാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി ഈ സമ്പ്രദായത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം, ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായത്തെയാണ് പ്രാതിനിധ്യ സമ്പ്രദായം അല്ലെങ്കിൽ പരോക്ഷം. നമ്മൾ നേരിട്ടല്ലല്ലോ, ജനങ്ങൾ നേരിട്ടല്ലല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുകൊണ്ട് പരോക്ഷം. നേരിട്ടാണെങ്കിൽ പ്രത്യക്ഷം. ഓക്കെ, അപ്പോൾ പരോക്ഷ ജനാധിപത്യം. നമുക്ക് പരിചിതമായിട്ടുള്ള പ്രാതിനിധ്യ ജനാധിപത്യ രൂപത്തിന് തുടക്കം 18-19 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ്. ഈ പറയുന്ന പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ തുടക്കം വരുന്നത് 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലായിട്ടാണ്. ബ്രിട്ടനിലെ പാർലമെന്റിന്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. രാജവാഴ്ചയുമായിട്ടുള്ള നിരന്തര ഏറ്റുമുട്ടലിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത്. പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. പ്രായപൂർത്തി വോട്ടവകാശവും പൗരാവകാശങ്ങളും ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. പ്രായപൂർത്തി വോട്ടവകാശം, പൗരാവകാശം എന്നിവയൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഭരണം നടത്തുന്നതിന് ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. പ്രാതിനിധ്യ ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്പിലാണ്. ബ്രിട്ടനിലെ പാർലമെന്റിന്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ ഉദയത്തിന് കാരണമായി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്? പാർലമെന്റിന് പ്രാധാന്യമുള്ള പ്രാതിനിധ്യ ജനാധിപത്യം പാർലമെന്ററി ജനാധിപത്യം എന്നും അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം എന്നിവയുടെ താരതമ്യ പഠനമാണ്. എടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ജനങ്ങൾ നേരിട്ട് ഭരണം നടത്തുന്നതിനെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ജനങ്ങൾ പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നതാണ് പരോക്ഷ ജനാധിപത്യം.
ജനങ്ങൾ നേരിട്ട് നിയമനിർമ്മാണം നടത്തുന്നത് പ്രത്യക്ഷ ജനാധിപത്യത്തിലാണ്. എവിടെയാണ് ഉദയം ചെയ്തത്? നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഗ്രീസിൽ ഉദയം ചെയ്തതാണ് പ്രത്യക്ഷ ജനാധിപത്യം. ഇവിടെ ജനങ്ങൾക്ക് നേരിട്ടുള്ള പങ്കാളിത്തമാണ്. എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ജനപ്രതിനിധികൾ അംഗമായിട്ടുള്ള ഒരു പാർലമെന്റ് ആയിരിക്കും നിയമനിർമ്മാണം നടത്തുന്നത്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ഇതുപോലെ ജനങ്ങൾ നേരിട്ടല്ല, ഇവിടെ ജനപ്രതിനിധികൾ അംഗങ്ങളായിട്ടുള്ള പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നു. എവിടെയാണ് ഉദയം ചെയ്തത്? ബ്രിട്ടനിലാണ്. ബ്രിട്ടനിൽ ഉദയം ചെയ്തു. ഇവിടെ പ്രായപൂർത്തി അടിസ്ഥാനത്തിലാണ് വോട്ടവകാശം. പ്രായപൂർത്തി വോട്ടവകാശമാണ് ഉള്ളത്. അപ്പം ഇത്തരത്തിൽ ആ ഒരു താരതമ്യ പഠനം നടത്തി ഈ ആശയങ്ങൾ നമ്മളൊന്ന് ഉറപ്പിക്കുക. ഓക്കെ, അടുത്തത് പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും എന്താണ് നമ്മൾ പഠിക്കാൻ പോവാണ്. അങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വന്നു. ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ പാർലമെന്ററി വ്യവസ്ഥയുണ്ട്, പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. ജനാധിപത്യ വ്യവസ്ഥയിൽ 2 മാതൃകകളാണ് പ്രചാരത്തിലുള്ളത്. ഒന്ന് പാർലമെന്ററി വ്യവസ്ഥയും 2 പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ചിട്ടുള്ളത്. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ച് പാർലമെന്ററി വ്യവസ്ഥ എന്നും പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എന്നും 2ആയി തിരിച്ചിട്ടുള്ളത്. ഇനി അവയുടെ വിശദാംശങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇവയുടെ ഓരോന്നിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ ആദ്യം നോക്കാം. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. അതാണ് പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതകളായിട്ട് ഒന്നാമത് പറയുന്നത്. നമ്മുടെ പാർലമെന്ററി വ്യവസ്ഥയിൽ കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് നിയമനിർമ്മാണ സഭയാണ്. പാർലമെന്ററി സംവിധാനത്തിൽ എക്സിക്യൂട്ടീവ് സംവിധാനമാണ് നിയമനിർമ്മാണം നടത്തുന്നത്. ഇവിടെ അധികാരങ്ങൾ, രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. പാർലമെന്റിനാണ് കുറച്ചും കൂടി വാല്യൂ ഉള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ അധികാരം കൈയാളുന്നത് പ്രധാനമന്ത്രി നയിക്കുന്ന മന്ത്രിസഭയാണ്. ഇവിടെ രാഷ്ട്രത്തലവന്റെ അധികാരം എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ളതായി മാറും. രാജാവോ രാജ്ഞിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. പാർലമെന്ററി സംവിധാനത്തിൽ രാഷ്ട്രത്തലവനായി വരുന്നത് രാജാവാകാം, അല്ലെങ്കിൽ രാജ്ഞിയാകാം, അതും അല്ലെങ്കിൽ പ്രസിഡന്റ് ആകാം. ഭരണത്തലവൻ എന്നാൽ വരുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. നിയമനിർമ്മാണ ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രത്തലവന്റെ അധികാരം നാമമാത്രമായിരിക്കും. നമുക്ക് പ്രസിഡന്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടി നമ്മളിത് പാർലമെന്ററി വ്യവസ്ഥയാണല്ലോ. അപ്പോൾ പാർലമെന്ററി വ്യവസ്ഥയിൽ രാഷ്ട്രത്തലവനായിട്ടുള്ള നമ്മുടെ എക്സാമ്പിൾ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. എന്നാൽ ഭരണത്തലവൻ ആരാ? നമുക്ക് പ്രധാനമന്ത്രിയാണ്. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും ഈ പറഞ്ഞ ഭരണത്തലവൻ. ആരാണ് ഭരണത്തലവൻ? നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ഭരണത്തലവൻ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഇവിടെ ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്വം നിലനിൽക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിലൊക്കെ ഈ പറഞ്ഞ പാർലമെന്ററി സംവിധാനമാണ് നിലനിൽക്കുന്നത്. കൂട്ടുത്തരവാദിത്വം എന്താണ് എന്നത് ഇവിടെ ഒന്നുകൂടെ നൽകിയിട്ടുണ്ട്. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനത്തിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്വമാണ് ഉള്ളത്. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്വമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെന്ററി വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പാർലമെന്ററി സംവിധാനത്തിൽ എക്സിക്യൂട്ടീവ് സംവിധാനമാണ് നിയമനിർമ്മാണം നടത്തുന്നത്. യഥാർത്ഥ അധികാരം കൈയാളുന്നത് പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു പാർലമെന്റ് അല്ലെങ്കിൽ മന്ത്രിസഭയായിരിക്കും. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി.
പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്വവും ഇവിടെ നിലനിൽക്കുന്നു. ഉദാഹരണം നമ്മൾ പറഞ്ഞത് നമ്മുടെ രാജ്യം ഇന്ത്യ, പിന്നെ ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും. ഇനി പാർലമെന്ററി വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രധാന വ്യത്യാസം. ഇവിടെ നമ്മൾ പറഞ്ഞത് കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും തമ്മിൽ അഭേദ്യമായ ബന്ധം നിലനിൽക്കുന്നു എന്ന് പാർലമെന്ററി വ്യവസ്ഥ ചെയ്യുന്നതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് തന്നെയായിരിക്കും. നേരത്തെ രാഷ്ട്രത്തലവൻ വേറെ ആളാണ്. രാഷ്ട്രത്തലവൻ രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും. ഭരണത്തലവൻ എന്നാൽ നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും, പ്രധാനമന്ത്രി ആയിരിക്കും. എന്നാൽ പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രത്തലവനും ഭരണത്തലവനും ഒരാൾ തന്നെയായിരിക്കും, പ്രസിഡന്റ് തന്നെയായിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. പ്രസിഡന്റിന് ഈ പറഞ്ഞ പോലെ പാർലമെന്ററി സംവിധാനത്തിൽ പറഞ്ഞതുപോലെ കൂട്ടുത്തരവാദിത്വം ഒന്നും ഇല്ല. അപ്പൊ പാർലമെന്ററി സംവിധാനത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒന്നാണ് പ്രസിഡൻഷ്യൽ സംവിധാനത്തിലുള്ളത്. ഇവിടെ പ്രസിഡന്റിന് തത്വത്തിലും പ്രയോഗത്തിലുമൊക്കെ വിപുലമായിട്ടുള്ള അധികാരങ്ങളാണുള്ളത്. പ്രസിഡന്റിനെ നേരിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ അമേരിക്കയുടെ ഒരു വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതൊരു ഉദാഹരണം എന്നോണം എടുത്ത് ഇത് വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. അമേരിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിലൊക്കെ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ് നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പാർലമെന്ററി വ്യവസ്ഥയെക്കുറിച്ചും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ പഠിച്ചു. ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വിവിധ ഘടകങ്ങൾ ഒത്തുചേർന്ന് വരേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത് സ്വാതന്ത്ര്യം. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം. നിയന്ത്രണങ്ങളുടെ അഭാവമാണ് സ്വാതന്ത്ര്യം. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യം. ഇതല്ലാതെ സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായിട്ടുള്ള ഒരു തലം കൂടിയുണ്ട്. ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാക്കുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായി നിർവചിക്കാനാവുന്നതാണ്. വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ലഭ്യമാക്കുന്ന അവസ്ഥ എന്നും സ്വാതന്ത്ര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇതിൽ ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? വോൾട്ടയറുടെ വാക്കുകളാണ് ആദ്യം നൽകിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നുണ്ട്, പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും എന്ന് വോൾട്ടയറുടെ വാക്കുകളാണ്. വാക്കുകൾ ഓർത്ത് വെക്കുക. വാക്കുകൾ തന്നിട്ട് ആരുടേതാണ് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ SCERT ഉള്ള വാക്കുകളായതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. വോൾട്ടയറുടെ വാക്കുകളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനുഷ്യർ വിവിധ രീതികളിൽ അവരുടെ ആശയങ്ങളൊക്കെ ആവിഷ്കരിക്കാറുണ്ട്. ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമിക മാർഗം സംഭാഷണവുമാണ്. മനുഷ്യർ വിവിധ രീതികളിൽ അവരുടെ ആശയങ്ങളൊക്കെ ആവിഷ്കരിക്കാറുണ്ട്. ആശയപ്രകടനത്തിന് വ്യക്തികൾ പ്രധാനമായും സംഭാഷണം എന്ന മാർഗം ഉപയോഗിക്കുന്നു. ഉദാഹരണം നമുക്ക് പറയാം. ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗം. അതുപോലെ എഴുത്തുകാരൻ
പുസ്തകങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. അവ നിരോധിക്കപ്പെട്ടാൽ ഈ പറയുന്ന ആശയം വിനിമയം ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ നിരോധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവെക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഇവിടെ അറിയുന്നത് എന്താണ്? ഇവിടെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയും കൂടിയാണ് നിഷേധിക്കുന്നത്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തത് JS മിൽ എന്ന ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. JS മില്ലിന്റെ അഭിപ്രായത്തിൽ ഒരു ആശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം. അപ്പൊ തെറ്റെന്ന് തോന്നുന്ന ആശയത്തെ നിരോധിക്കുകയാണെങ്കിൽ അതിൽ ഉള്ള സത്യത്തെ കൂടെയാണ് നമ്മൾക്ക് നഷ്ടമാകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം എന്നാൽ അൺലിമിറ്റഡ് ആയിട്ട് ലഭ്യമാകേണ്ട ഒന്നല്ല. അവിടെ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. നിയന്ത്രണങ്ങളുടെ അഭാവം വരുന്ന സമയത്ത് സ്വാതന്ത്ര്യം നമുക്ക് പൂർണ്ണമായി ലഭ്യമല്ല. അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന്റെ ആവശ്യമാണ്. സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതാണ് നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്നത് പൂർണ്ണമായി മാറുന്നുള്ളൂ. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം. അന്ന് ആ ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ലഭ്യമാകുകയുള്ളൂ. സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണ് എന്ന ധാരണ മിക്കപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ, ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള ചട്ടങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അത്രയും ആവശ്യമുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് നിയമപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നത്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വ്യക്തികൾ വിവിധ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെയാ? സംഭാഷണം, ചിത്രങ്ങൾ, സാഹിത്യ രചനകൾ, കലാപ്രകടനങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാർഗങ്ങളിലൂടെ ആശയങ്ങൾ വ്യക്തികൾക്ക് ആവിഷ്കരിക്കുന്നതിനായി സാധിക്കും. അപ്പൊ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അടുത്തത് സമത്വം, ഈക്വാലിറ്റി. ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട, സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മൂല്യമാണ് സമത്വം എന്നത്. മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരാണ് എന്നുള്ള കാഴ്ചപ്പാടിനെയാണ് സമത്വം എന്ന് പറയുന്നത്. സമത്വം മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ ഒന്നും തന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിവേചനം പാടില്ല. എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണ്. അതുല്യരാണ്, മൂല്യമുള്ളവരാണ് എന്ന കാഴ്ചപ്പാടാണ് സമത്വം എന്ന അർത്ഥത്തിൽ വരുന്നത്. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ള ഒരു മൂല്യവും ഈ സമത്വം തന്നെയാണ്. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ്. എന്നാൽ എല്ലാ മനുഷ്യരെയും, എല്ലാവരെയും, എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നത് സമത്വം ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു അർത്ഥത്തിലല്ല സമത്വം കൊണ്ടുവരുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിന് ലംഘനമാണ് എന്ന് പറയാനായി സാധിക്കില്ല. അതായത് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ പരിഗണിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിന്റെ ലംഘനമല്ല. അത് സമത്വത്തിന് കീഴിൽ തന്നെ വരുന്നതാണ്. ഉദാഹരണത്തിന് സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായി കാണാൻ കഴിയില്ല. അതേസമയം വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നത് വഴി സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥമാണ് ലഭിക്കുന്നത്.
ഇവിടെ നൽകിയിട്ടുള്ളത് സമത്വത്തിന്റെ 3 മാനങ്ങളാണ്, ഡയമെൻഷൻസ് ആണ്. എന്തൊക്കെയാ? രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം എന്നിങ്ങനെ. രാഷ്ട്രീയ സമത്വത്തിൽ വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാപന പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, ഇവയെല്ലാം തന്നെ രാഷ്ട്രീയ സമത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. സാമൂഹിക സമത്വത്തിൽ വിവേചനങ്ങളുടെ അഭാവം, തുല്യ പദവി, തുല്യ അവസരം എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. തുല്യ പദവി വേണം, തുല്യ അവസരങ്ങൾ വേണം, വിവേചനങ്ങളുടെ അഭാവം എന്നിവ സാമൂഹിക അസമത്വത്തിലൂടെ നോക്കിക്കാണുമ്പോൾ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി സാമ്പത്തിക അസമത്വത്തിലേക്ക് വരുമ്പോൾ തൊഴിലവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭ്യമാകണം എന്ന അവകാശം, വിശ്രമത്തിനുള്ള അവകാശം, ഇതെല്ലാം സാമ്പത്തിക അസമത്വത്തിനാണ് ഉൾപ്പെടുന്നത്. ഇത്തരത്തിൽ സമത്വത്തിന് 3 മാനങ്ങളുണ്ട്: രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം എന്നിങ്ങനെ. ഇനി നീതിയാണ്. സ്വാതന്ത്ര്യം, സമത്വം കണ്ടു. നീതി, ജസ്റ്റിസ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു നീതി എന്ന സങ്കല്പം. മനുഷ്യരെന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായിട്ടുള്ള പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ എന്നത്. അതായത് മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായ പരിഗണന നൽകുക എന്നതാണ് ഇവിടെ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നീതി പറയുമ്പോഴും, നീതിയെക്കുറിച്ച്, ജസ്റ്റിസിനെ കുറിച്ച് പറയുമ്പോഴും 3 തത്വങ്ങൾ പറയാനുണ്ട്. തുല്യരോട് തുല്യ പരിഗണന, ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ് എന്നത്, ആനുപാതിക രീതി പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ് എന്നതും, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ റെക്കഗ്നിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. അങ്ങനെ 3 തരത്തിലാണ് നീതി പറയുന്നത്. തുല്യരോട് തുല്യ പരിഗണനയിൽ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ, മനുഷ്യരെന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യരെന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയുമാണ് ഉള്ളത്. ജാതി, വർഗം, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും അവിടെ പാടില്ല എന്നുള്ളതാണ് ഇവിടെ തുല്യരോട് തുല്യ പരിഗണന എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇനി ആനുപാതിക നീതിയിലേക്ക് വരുമ്പോൾ, ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി എന്നുള്ളതാണ് ഇവിടെ തുല്യരോട് തുല്യ പരിഗണന വരുമ്പോൾ മനുഷ്യരെന്ന നിലയിൽ എല്ലാവരെയും ഒരേ തലത്തിൽ പരിഗണിക്കുമ്പോൾ ആനുപാതിക നീതിയിൽ ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിട്ടായിരിക്കും അവിടെ നീതി ലഭിക്കുന്നത്. അതുപോലെ ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ചാണ് പ്രത്യേകം പരിഗണിക്കുന്നത്. അത് ഒരിക്കലും അനീതിയായിട്ടല്ല കണക്കാക്കുന്നത്. ഓക്കെ, അവരുടെ കഴിവിനനുസരിച്ച് അവരെ പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കഴിവിനനുസരിച്ച് ഇവിടെ പരിഗണന വരുന്നു എന്നുള്ളതാണ് ആനുപാതിക രീതിയിൽ പരാമർശിക്കുന്നത്. 3ാമത്തെ ഭാഗമാണ് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ എന്നത്. അതായത് അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയെങ്കിൽ മാത്രമല്ലേ അവർക്കും സാധാരണഗതിയിലുള്ള ഒരു ജീവിതം ലഭ്യമാകുള്ളൂ, അവർക്കൊരു തുല്യത അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെയാണ് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിക്കൊണ്ട് തുല്യതയിലേക്ക് അവരെ എത്തിക്കുന്നു. തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അതും അനീതിയായിട്ടല്ല കണക്കാക്കുന്നത്. പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമൂഹത്തിലെ ഒരേ നിലയിലേക്ക് അവരെ എത്തിക്കുകയാണ്. അപ്പൊ ഇതാണ് നീതിയുടെ 3 തത്വങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് അവകാശങ്ങളാണ്. അവകാശങ്ങൾ. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, നീതി ഇവയെല്ലാം അത്യാവശ്യമാണ്. ഇതോടൊപ്പം തന്നെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്കും അവകാശങ്ങൾ എന്നത് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞ അവകാശങ്ങൾ. എന്താണ് അവകാശങ്ങൾ? മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. അപ്പൊ നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായിട്ടുള്ള എല്ലാം അവകാശങ്ങളാണോ?
അല്ല. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും എല്ലാം നമ്മുടെ അവകാശങ്ങളല്ല. അത് കേവലം അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് അവകാശങ്ങളായി കണക്കാക്കുന്നത്. ഓക്കെ, അതും ഈ പറഞ്ഞതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ലഭിക്കുന്നതല്ല. ഇതിനും പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവകാശങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലെ. പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുൻപേ ഉദ്ഭവിച്ചതും പ്രകൃതിദത്തവുമാണ് എന്നാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ, നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം, ഇവയൊക്കെയാണ് പ്രകൃതിദത്തമായ അവകാശങ്ങൾ. അപ്പോൾ ചിന്തകരുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ മിക്കതും രാഷ്ട്രത്തിന് മുൻപേ ഉദ്ഭവിച്ചതും പ്രകൃതിദത്തവുമാണ് എന്നതാണ് അവകാശങ്ങൾ എന്നത്. അവകാശങ്ങൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ പറഞ്ഞ അവകാശ പത്രികയുടെ ഉദാഹരണമാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള അവകാശങ്ങളാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അവയാണ് ഇതാ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ അവകാശങ്ങളുണ്ട്, നമുക്ക് പൗരാവകാശങ്ങളുണ്ട്, സാമ്പത്തിക അവകാശങ്ങളുണ്ട്, സാംസ്കാരിക അവകാശങ്ങളുണ്ട്. അവകാശങ്ങളെ കുറിച്ചെല്ലാം വിശദമായി തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ രാഷ്ട്രീയ അവകാശങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം, ഇതെല്ലാം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള രാഷ്ട്രീയ അവകാശങ്ങളാണ്. വോട്ടവകാശമുണ്ട്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്, അങ്ങനെ പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമുണ്ട്, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശവും നമുക്ക് ലഭ്യമാണ്. ഇനി പൗരാവകാശങ്ങളിലേക്ക് വരുമ്പോൾ നിയമത്തിനു മുന്നിൽ തുല്യത ലഭ്യമാകുന്നത് ഒരു പൗരന്റെ അവകാശമാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശവും പൗരാവകാശത്തിൽ ഉൾപ്പെടുന്നു. സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിയമത്തിനു മുന്നിൽ തുല്യത, സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇവയെല്ലാം തന്നെ പൗരാവകാശത്തിൽ ഉൾപ്പെടുന്നു. ഇനി സാമ്പത്തിക അവകാശത്തിലേക്ക് വരുമ്പോൾ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശവും ഒരു പൗരന്റെ സാമ്പത്തിക അവകാശത്തിൽ ഉൾപ്പെടുന്നു. ജോലി ചെയ്യുന്നതിന് അവകാശമുണ്ട്, പര്യാപ്തമായ കൂലി ലഭ്യമാകണം എന്നതും ഒരു അവകാശമാണ്. രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശവും സാമ്പത്തിക അവകാശത്തിൽ ഉൾപ്പെടുന്നു. ഇനി സാംസ്കാരിക അവകാശത്തിലേക്ക് വരുമ്പോൾ ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശവും ഉണ്ട്. ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ട്. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം സാംസ്കാരിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും സാംസ്കാരിക അവകാശം ഇവിടെ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാമാണ് വിവിധ തരം അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവകാശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഇനി നിയമവാഴ്ച. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അതായത് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത എന്ന് പറയുന്നത്. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും നിയമ പരിരക്ഷ ലഭിക്കും എന്നതാണ് ഈ നിയമവാഴ്ച കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ
നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെന്റിന് അതിന്റെ ചുമതലകൾ നിറവേറ്റാനായി സാധിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമാണ്. പ്രത്യേകം ഒന്നും ആർക്കും ഇവിടെ ഒരു വിഭാഗത്തിന് അങ്ങനെ പരിരക്ഷയൊന്നും നൽകുന്നില്ല. ഒരു വിഭാഗത്തിനും അങ്ങനെ പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. അതുപോലെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയകളുണ്ട്, തത്വങ്ങളുണ്ട്. ഇതിലൂടെ മാത്രമേ ഗവൺമെന്റിന് ചുമതലകൾ നിറവേറ്റാനായി സാധിക്കുള്ളൂ. ഇത്തരത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട മറ്റൊരു മൂല്യമായിട്ട് നിയമവാഴ്ചയും ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ഭരണഘടനാ വ്യവസ്ഥ എന്താണ്? ഭരണഘടനാ വ്യവസ്ഥ ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടന അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ എന്നിവയൊക്കെ പ്രതിപാദിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഈ പറയുന്ന ഭരണഘടന. ഈ ഭരണഘടനയിൽ രാഷ്ട്രത്തിന്റെ അധികാരങ്ങളോടൊപ്പം തന്നെ, അധികാരങ്ങൾ പരാമർശിക്കുന്നതോടൊപ്പം തന്നെ പൗരരുടെ മൗലിക അവകാശങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ പൗരരുടെ മൗലിക അവകാശങ്ങളിൽ കൈ കടത്താൻ ഗവൺമെന്റിന് ചില പരിധികൾ ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇതാണ് ഭരണഘടനാ വ്യവസ്ഥ എന്നതിൽ പറയുന്നത്. ഇനി അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ ഘടകങ്ങളായിട്ടുള്ള നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളൊക്കെ പരസ്പര പൂരകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിൽ അധികാര വേർതിരിവുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇവയിലെ അധികാര വേർതിരിവ് എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നു എന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഒക്കെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. അതായത് ഇവിടെ ഈ പറഞ്ഞ നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായം എന്നിവ സെപ്പറേറ്റഡ് ആയി വേർതിരിക്കപ്പെട്ട അധികാരത്തോടുകൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന വിധത്തിലുള്ള അവകാശങ്ങളും മറ്റുമൊക്കെ ലഭ്യമാകുന്നത്. ഈ വിഭാഗങ്ങൾ, ഈ അധികാരങ്ങളെല്ലാം തന്നെ ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്കായിരിക്കും നയിക്കുക. തുടർന്ന് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഒക്കെ അപകടത്തിലാക്കുകയും ചെയ്യും. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണ്. നമുക്കറിയാവുന്നതാണ്. പരോക്ഷ ജനാധിപത്യത്തിൽ എന്താണ്? ജനങ്ങളുടെ ഭരണം, എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നർത്ഥം. ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുകയാണ് പരോക്ഷ ജനാധിപത്യത്തിൽ. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? തെരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യമായ ഇടവേളകളിലും ആയിരിക്കണം നടക്കേണ്ടത് എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇതിനായി രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ വോട്ടവകാശം, തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം എന്നിവയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രമായിരിക്കണം, നീതിപൂർവകമായിരിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള ജനസേവനം അവിടെ സാധ്യമാകുകയുള്ളൂ. അതിനായിട്ട് എന്താണ്? വോട്ടവകാശം വേണം, തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഇനി മതേതരത്വം, സെക്യുലറിസം. മതേതരത്വം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം തന്നെ രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ്. രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗിക മതം ഉണ്ടായിരിക്കില്ല. അതേസമയം പൗരന്മാർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇവിടെ രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കും. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം രണ്ട് രീതിയിലാണ് പ്രസക്തമായിട്ടുള്ളത്. ഒന്നാമതായിട്ട് അത് മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്ന രീതിയിൽ, ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായി പരിഗണിക്കുന്നു.
രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോട് വിവേചനം കാണിക്കുന്നു എന്നൊരു പ്രശ്നം അവിടെ വരുന്നില്ല. രണ്ടാമത്, അത് പൗരർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തുല്യനീതിയും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നു. പൗരന്മാർക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, അതോടൊപ്പം തന്നെ തുല്യനീതിയും അവകാശങ്ങളും ഒക്കെ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് മതേതരത്വം ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഔദ്യോഗിക മതമില്ല രാഷ്ട്രത്തിന്, അതുകൊണ്ട് എന്താണ് ന്യൂനപക്ഷ മതമെന്നോ ഭൂരിപക്ഷമെന്നോ വിധത്തിലുള്ള ഒരു വിവേചനം അവിടെ ലഭ്യമല്ല. അതുപോലെ തന്നെ പൗരന്മാർക്ക് അവരുടെ വിശ്വാസങ്ങളെ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ തുല്യനീതിയും അവകാശങ്ങളും ഒക്കെ അവർക്ക് ലഭ്യമാകുന്ന രീതിയിലുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതാണ് മതേതരത്വം. ഇനി രാഷ്ട്രീയ പാർട്ടികൾ. ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിലും പൊതുജന അഭിപ്രായം സ്വീകരിക്കുന്നതിലും അവ പ്രത്യേക പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കാനും പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിലും രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് വലുതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. പൊതുജന അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമായിട്ടാണ് പറയുന്നത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എന്നത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയ അവബോധം അതുപോലെ പൊതുജന അഭിപ്രായമൊക്കെ സൃഷ്ടിക്കുകയാണ് രാഷ്ട്രീയ ജനാധിപത്യം. പിന്നെ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളുണ്ട്. രാഷ്ട്രീയ അധികാരം നേടുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ് എന്ന് പറയുന്നു. പ്രതിപക്ഷം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഒരു പാർട്ടി ഭരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ അവിടെ ഒരു വികസനമൊന്നും സാധ്യമല്ല. അവിടെ നമുക്ക് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അവിടെ ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകണം. അപ്പൊ അവിടെ പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അവിടെ പ്രതിപക്ഷത്തിന് പ്രതികരിക്കാനായിട്ടുള്ള ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ പറയുന്നത്. ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. വളർച്ചയ്ക്ക് വേണ്ടി സഹായകമാകുന്ന ഒന്നാണിത്. സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഭരണത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവയെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പൊതുജന അഭിപ്രായ സ്വരൂപിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷം. ഇവിടെയെല്ലാം പോസിറ്റീവ് തലത്തിലേക്കാണ് പറയുന്നത്. ഇത്തരത്തിൽ സൂക്ഷ്മമായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് ഇവയ്ക്ക് തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ അവയെ വിമർശിക്കണം. അതോടൊപ്പം തന്നെ വിമർശിച്ചാൽ മാത്രം പോരാ, ഇത്തരത്തിൽ വിമർശിക്കപ്പെടുന്ന സമയത്ത് ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുജന അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. അത് നമുക്കിവിടെ ക്ലിയർ ആയി അല്ലെ. പ്രതിപക്ഷം സംഘടിപ്പിക്കുന്ന ജാഥകളും സമ്മേളനങ്ങളും പ്രകടനങ്ങൾക്കുമെല്ലാം രാഷ്ട്രീയ വ്യവസ്ഥയെ കൂടുതൽ സജീവമാക്കുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷത്തെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ പ്രതിപക്ഷ നേതാക്കളെ തുറങ്കിലടക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല. കാരണം എന്താണ്, അവിടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യ സാധ്യത ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് വിലയിരുത്തലുകളും പരിശോധനയും ഒക്കെ ക്രമാതീതമായി നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ആരോഗ്യകരമായ ഒരു ജനാധിപത്യം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അങ്ങനെ നമ്മളിവിടെ ഇതുവരെ ജനാധിപത്യ ഗവൺമെന്റുകളെ കുറിച്ചും അതിന്റെ മൂല്യത്തെക്കുറിച്ചും പറഞ്ഞു. എന്നാൽ ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെന്റുകളും ഇവിടെ ഇന്ന് നിലവിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രാജവാഴ്ച നിലവിലുണ്ട്, സ്വേച്ഛാധിപത്യമുണ്ട്, സൈനിക ജനാധിപത്യം നിലവിലുണ്ട്, പാർട്ടി സ്വേച്ഛാധിപത്യമുണ്ട്, മതരാഷ്ട്രം നിലനിൽക്കുന്നുണ്ട്.
ഇവ ഓരോന്നിന്റെ ഇപ്പൊ ജനാധിപത്യമല്ലാത്ത ഗവൺമെന്റുകളും ഇവിടെ നിലവിലുണ്ട്. അപ്പൊ അവയുടെ സവിശേഷതകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രാജവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെന്റ് ആണ് ഈ രാജവാഴ്ച. അധികാരം പാരമ്പര്യമായിട്ടാണ് ഈ രാജവാഴ്ചയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നത്. ഇവിടെ ഈ ഒരു രാജവാഴ്ചയിൽ രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവനും ആ ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിലായിരിക്കും നിക്ഷിപ്തമായിട്ടുള്ളത്. അവിടെ ജനങ്ങൾക്ക് വലിയ പങ്കാളിത്തമൊന്നുമില്ല. ഇവിടെ പാരമ്പര്യമായിട്ട് അധികാരം കൈമാറി വന്ന് ഭരണം നടക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പഴയ രൂപത്തിലുള്ള ഒരു ഗവൺമെന്റ് രീതിയാണ് മൊണാർക്കി അല്ലെങ്കിൽ രാജവാഴ്ച എന്നത്. സ്വേച്ഛാധിപത്യത്തിലേക്ക് വരുമ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ്. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിലായിരിക്കും, ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് സ്വേച്ഛാധിപത്യം. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായി മാറുന്ന ആ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും അവിടെ ഒരു ഭരണം നടക്കുന്നത്. അവിടെ ചോദ്യം ചെയ്യലില്ല, വിമർശനമില്ല. നമ്മൾ ജനാധിപത്യത്തിൽ കണ്ടതുപോലെയുള്ള തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല. തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാതരം ജനാധിപത്യ സംവിധാനങ്ങളും അവിടെ നിരോധിച്ചിരിക്കുന്നു. അവിടെ ജനങ്ങൾക്ക് ഈ പറയുന്ന പോലെ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളൊന്നുമില്ല, സ്വാതന്ത്ര്യമില്ല, ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഒരു വ്യക്തിയിലായിരിക്കും മുഴുവൻ അധികാരവും, രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്വേച്ഛാധിപത്യം. സൈനിക സ്വേച്ഛാധിപത്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ സൈന്യമാണ് ഭരണം നടത്തുന്നത്. ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളോ ഇവിടെ ഉണ്ടായിരിക്കുന്നില്ല. പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് ഇവിടെ അമർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈന്യം നേരിട്ടാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളോ വിമർശനങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ സൈനിക ശക്തി ഇത് അടിച്ചമർത്തി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സൈനിക സ്വേച്ഛാധിപത്യം. ഇവിടെ സൈന്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പാർട്ടി സ്വേച്ഛാധിപത്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ മുഴുവനും ആ ഒരു പാർട്ടിയിലായിരിക്കും കേന്ദ്രീകരിച്ചിട്ടുണ്ടാവുക. ഇവിടെയും ഈ പറഞ്ഞതുപോലെയൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല. ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായും വിലക്കിയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും പാർട്ടി സ്വേച്ഛാധിപത്യം, പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായിരിക്കും പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ടാകുന്നത്. അവിടെ ജനങ്ങൾക്ക് ജനങ്ങളുടേതായ യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളും ലഭ്യമായിരിക്കില്ല. മതരാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ മത നിയമങ്ങൾ അനുസരിച്ച് പുരോഹിതരായിരിക്കും ഇവിടെ നേരിട്ട് രാഷ്ട്രഭരണം നടക്കുന്നത്. അവിടെ മതനിയമങ്ങളാണ് പാലിക്കുന്നത്. മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു. രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതം എന്നതൊന്ന് അവിടെ നിലവിലുണ്ട്. ഈ ഒരു നിയമം അനുസരിച്ചാണ് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും അവിടെയുള്ള എല്ലാവരെയും നിർബന്ധിതരാക്കുകയും ചെയ്യുന്നുണ്ട്. മതരാഷ്ട്രത്തിന്റെ മറ്റൊരു കാര്യമാണിത്. അവിടെ ഒരു ഔദ്യോഗിക മതമുണ്ട് എന്നത് മാത്രമല്ല, ആ മതം അവിടെയുള്ള എല്ലാ ജനതയും വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യണം. അതിനായി അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ജനാധിപത്യം എന്ന ഒരു ആശയം അല്ലാതെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ നിലവിലുള്ള രാജ്യങ്ങളും ഇന്ന് നിലവിലുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി വരികയാണ്. ഇപ്പൊ എന്താണ് ഇന്ത്യൻ ജനാധിപത്യം? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിരിക്കില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. തിരഞ്ഞെടുപ്പുകൾ എന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. തിരഞ്ഞെടുപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ജനാധിപത്യത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം എന്നൊരു ആശയത്തിലേക്ക് എത്തിയത്? ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു. സ്വതന്ത്ര സമരത്തെ പ്രക്ഷോഭങ്ങളെല്ലാം ജനാധിപത്യ രീതികൾ അവലംബിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇത്രയധികം വൈവിധ്യങ്ങളുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള രീതിയിലൊരു അവലോകനത്തിലേക്ക് എത്തി. അത്തരത്തിൽ അന്നത്തെ നേതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്.
വ്യത്യസ്ത ആശയങ്ങൾ സമ്മതിക്കുന്നതിനുള്ള വേദിയൊരുക്കുന്നത് ജനാധിപത്യം മാത്രമാണ്. പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണിത്. വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ സമ്മതിക്കുന്നതിനുള്ള വേദി ജനാധിപത്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റവും അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്നതും ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമാണ് എന്നുള്ളത് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇവിടെ ഇന്ത്യ ഈ ഒരു ജനാധിപത്യം സ്വീകരിക്കാനുള്ള കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ക്രോഡീകരിച്ച് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജനപ്രാതിനിധ്യ മൂല്യങ്ങളുടെ ഒരു സ്വാധീനമാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ജനാധിപത്യം ഇന്ത്യ സ്വീകരിക്കുന്നതിനുള്ള കാരണം. ഇവിടെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിലെ ജനാധിപത്യ രീതികൾ ഇതിന് നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഇത്രയും വലിയ സാംസ്കാരികപരമായും ഭൂമിശാസ്ത്രപരമായും ഒക്കെ വലിയ ഇത്രയും വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാഷ്ട്രത്തിനെ ജനാധിപത്യം എന്നൊരാശയത്തിലൂടെ മാത്രമേ അവിടെ ഒന്ന് ഏകീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുപോലെ ജനാധിപത്യം എന്നത് ആശയ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ഒന്നാണ്. സമാധാനപരമായ അധികാര കൈമാറ്റം എന്നത് ജനാധിപത്യത്തിൽ മാത്രം ഉള്ള ഒരു വസ്തുതയാണ്. ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ട് അങ്ങനെ നമുക്കൊരു ഭരണഘടനയും ഇന്ന് എഴുതി തയ്യാറാക്കപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇന്ത്യയിലെ പാർലമെന്ററി വ്യവസ്ഥയെക്കുറിച്ച്. പാർലമെന്ററി വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിൽ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ പാർലമെന്റിന് 2 സഭകളാണ് ഉള്ളത്. ഉപരിസഭയായിട്ടുള്ള രാജ്യസഭയും അധോസഭയായിട്ടുള്ള ലോകസഭയും. പാർലമെന്റ് എന്നതും PSC പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ നിന്നും ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 8ാം ക്ലാസ്സിന്റെ നിലവാരത്തിലുള്ള ആശയങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അടിസ്ഥാനപരമാണ് എന്നത് മനസ്സിലാക്കുക. ഇത് മാത്രം പഠിച്ചാൽ കാര്യമില്ല, പക്ഷെ ഇത് പഠിച്ചെങ്കിലേ കാര്യമുള്ളൂ. ഓക്കെ. ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും ഈ പറഞ്ഞ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണ് എങ്കിൽ കൂടിയും അധികാരം ആർക്കാണ്? നമ്മുടെ ഭരണത്തലവനായിട്ടുള്ള പ്രധാനമന്ത്രിക്കായിരിക്കും ഉണ്ടാവുന്നത്. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായിട്ട് സാധിക്കും. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യ പാർലമെന്ററി വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലായി. ഇന്ത്യൻ പാർലമെന്ററി വ്യവസ്ഥയ്ക്ക് 2 സഭകളുണ്ട്. ഒന്ന് ഉപരിസഭയായിട്ടുള്ള രാജ്യസഭയും 2 അധോസഭയായിട്ടുള്ള ലോകസഭയും. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ മുന്നണിയോ ഉണ്ടായിരിക്കും. അതായിരിക്കും ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ മുന്നണിയോ മന്ത്രിസഭ രൂപീകരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപീകരിക്കും. രാഷ്ട്രത്തലവനായിട്ടുള്ള രാഷ്ട്രതലവൻ പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ കേവലം നാമമാത്രമായിരിക്കും, ഒരു പേരിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതുപോലെ അവിശ്വാസ പ്രമേയത്തിലൂടെ മന്ത്രിസഭയെ പുറത്താക്കാവുന്നതാണ്. എന്താണ് അവിശ്വാസ പ്രമേയം? അവിശ്വാസ പ്രമേയം എന്നാൽ നിലവിലുള്ള മന്ത്രിസഭയിൽ ലോകസഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. നിലവിലുള്ള മന്ത്രിസഭയിൽ ലോകസഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിനെ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നു. പാർലമെന്ററി ഇത്തരത്തിൽ ഒരു പ്രമേയം വരുന്ന സമയത്ത് പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ പിന്നീട് അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്നുകൊണ്ട് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അവിശ്വാസ പ്രമേയം. ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ
മന്ത്രിസഭയെ തന്നെ പുറത്താക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യമൊക്കെ അറിയാം അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? 326 അനുച്ഛേദം. 326 അനുച്ഛേദം. ഇത് PYQ ആണ് കേട്ടോ, ഇതൊക്കെ PYQ ആണ്. 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും, 18 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ ഈ ഒരു പ്രായം, വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തിരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായപരിധി 18 വയസ്സായി കുറച്ചു. ഇതെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 61 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടവകാശത്തിനുള്ള പ്രായം കുറച്ചിട്ടുള്ളത്, കുറച്ച് 18 വയസ്സാക്കിയിട്ടുള്ളത് 1989 നിരക്ഷരത കൂടിയ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിനെ നിരവധി പേർ എതിർത്തിരുന്നു. ഇവർക്ക് നിരക്ഷരരായിരുന്നു കൂടുതൽ ജനങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അർത്ഥവത്തായ രീതിയിൽ വോട്ടവകാശം ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയുമോ എന്നതൊരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിനെ എതിർത്തു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം വേണം എന്ന നിലപാടാണ് ജവഹർലാൽ നെഹ്റു അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിന്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ഒന്നും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ പോലും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യുന്നതിനായിട്ടുള്ള അവകാശം എന്നത് എത്തിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇനി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റിലേക്ക്, എലക്റ്റഡ് ഗവൺമെന്റ്. ഇന്ത്യയിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഈ ഒരു ഗവൺമെന്റിന്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ് ഗവൺമെന്റുകളുടെ കാലാവധി. 5 വർഷം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതികൾ രൂപീകരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്നത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകളിൽ ജാതി, മത, ലിംഗ, സാമ്പത്തിക ഭേദമന്യേ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുമുള്ള അവകാശം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ അവകാശങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മത്സരിക്കുന്നതിനുള്ള അവകാശമുണ്ട്, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനും യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല. അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ലഭ്യമാണ്. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുണ്ട്. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബയാസ്ഡ് ആവാൻ പാടില്ല. അപ്പൊ സ്വതന്ത്രമായിരിക്കണം, നീതിപൂർവകവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഈ ഒരു ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ഘടന, ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാകും, മറ്റ് 2 കമ്മീഷണർമാരും ഉണ്ടാകുന്നതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും നീതിന്യായ പുനരവലോകനവും, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ടു താഴെയായി ഹൈക്കോടതിയും അതിനു താഴെയായി കീഴ്ക്കോടതികളും. നമ്മൾ കോടതികളുടെ ഘടനയെ കുറിച്ച് ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയാണ്, തൊട്ടു താഴെയായിട്ട് ഹൈക്കോടതികൾ, സംസ്ഥാനങ്ങളിലെ ഉന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതികളുണ്ട്. അതിന് താഴെയായിട്ട് കീഴ്ക്കോടതികളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത്. നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഒരു സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ന്യായാധിപർക്ക് കൃത്യമായ സേവന കാലാവധിയുണ്ട്.
ന്യായാധിപരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഇടപെടുന്നതിന് കാര്യനിർവഹണ നിയമനിർമ്മാണ വിഭാഗങ്ങൾക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകനായി നിലനിൽക്കുന്നത്. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ. ഈ അർത്ഥത്തിൽ നീതിന്യായ പുനരവലോകനത്തിലൂടെ എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. എന്താണ് നീതിന്യായ പുനരവലോകനം? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിന്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കുന്നതിനുള്ള അധികാരമുണ്ട്. കോടതിയുടെ ഈ ഒരു അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. അതിനെ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നു. ഈ ഒരു അർത്ഥത്തിൽ നീതിന്യായ പുനരവലോകനത്തിലൂടെ എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഇനി ഇന്ത്യയിലെ പാർട്ടി സമ്പ്രദായം. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആശയ രൂപീകരണത്തിനും ജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്വാതന്ത്ര്യലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു പൊതു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് പിന്നീട് അധികാരം നഷ്ടമാവുകയാണ് ചെയ്തത്. 1989 തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെന്റ് രൂപീകരിക്കുന്ന മുന്നണി സമ്പ്രദായം നിലവിൽ വന്നു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് സ്വാതന്ത്ര്യ ലബ്ധി മുതൽ കുറെ കാലത്തേക്ക് ബഹുകക്ഷി വ്യവസ്ഥ നിലനിന്നു. എന്നാൽ പിന്നീട് 1989 തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ എന്താണ് മുന്നണി സമ്പ്രദായം നിലവിൽ വന്നു. എന്താണ് ഇതൊക്കെ? ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറഞ്ഞാല് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെ ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നു. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലവിലുണ്ട്, അവ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെ ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നു. എന്നാൽ മുന്നണി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുന്നു. ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരം ഗവൺമെന്റുകളെ മുന്നണി ഗവൺമെന്റുകൾ എന്നാണ് പറയുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലായോ? അപ്പൊ അത് ക്ലിയർ അല്ലേ? ബഹുകക്ഷി സമ്പ്രദായവും മുന്നണി ഗവൺമെന്റും. ഇനി ബഹുസ്വരത. ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ്? ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങളൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത്. ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം. എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായ മത വംശീയ വിഭാഗങ്ങൾക്കും സാംസ്കാരിക ധാരകൾക്കും തുല്യ അവകാശങ്ങളും പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യക്ക് ഇത്രയധികം പ്രത്യേകതകൾ ഇന്ന് നിലവിലുണ്ട്. ഈ വ്യത്യസ്തതകളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതിനാണ് നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്നത്? ഭരണഘടനാപരമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയെ ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്നു. ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ. ഈ ഒരു വ്യവസ്ഥയില് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളുള്ള രാഷ്ട്രീയമായി ഇത്തരം വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ നാട്ടിൽ ഈ ഒരു ഫെഡറൽ വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മത ഭാഷ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണവും ഇവിടെ നൽകുന്നുണ്ട്. അതിനുദാഹരണമാണ് ഇവിടെ പറയുന്നത്. അതായത്
മത, ഭാഷ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക സംരക്ഷണം നൽകുന്നു. അതിനുദാഹരണമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയും നൽകിയിട്ടുണ്ട്. ഇവിടെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവികളും ഇവിടെ എടുത്ത് നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ അത് എടുത്ത് പറയുന്നുമുണ്ട്, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് എന്താണ്, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. നമ്മുടെ രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗിക മതം ഇല്ല. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ എല്ലാം പ്രതിനിധീകരിക്കുന്ന വേദിയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് ഇവിടെ വ്യത്യസ്തമായി നൽകിയിട്ടുള്ള ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടിന് ബഹുസ്വരതയായിട്ട് ഇവിടെ പരാമർശിക്കുന്നത്. ഈ ആശയങ്ങളെല്ലാമാണ്. ഫെഡറൽ വ്യവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റ് പല രാജ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സൈനിക ഭരണത്തിലേക്കോ സ്വേച്ഛാധിപത്യത്തിലേക്കോ മാറുകയുണ്ടായി. എന്നാൽ അതിന്റെ എല്ലാവിധ ശക്തി ദൗർബല്യങ്ങളോടുകൂടിയും ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ട് എങ്കിലും ജനാധിപത്യം അതിന്റെ പരിണാമ ദിശയിലാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ലിവിങ് ഡോക്യുമെന്റ് ആണ്. അത് തയ്യാറാക്കുമ്പോൾ തന്നെ ഭാവിയിൽ വരുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തത്തക്ക വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ജനാധിപത്യം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം തന്നെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇവിടെ കൂടുതലും ആശയങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നവയാണ്. അപ്പോൾ ഒന്ന് ചാപ്റ്റർ വൈസ് ഒന്ന് ഓർഗനൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമ്മളെ ആപ്പ് കൂടുതൽ നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടികളിലേക്ക് എത്തി അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ആപ്പിന്റെ വിവരങ്ങളും അതുപോലെ നമ്മുടെ ക്ലാസ്സിന്റെ മറ്റ് വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ടെലിഗ്രാമിലായിരിക്കും അറിയുന്നുണ്ടാവുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഏതാണ് എന്നുള്ള രീതിയിൽ ഏതൊക്കെ ക്ലാസ് ഏതെല്ലാം ദിവസം നമ്മൾ വിത്ത് ഡേറ്റ് ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളുടെ ടൈമിനും നമ്മുടെ ടൈമിനും വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും കൃത്യമായ രീതിയിൽ നമ്മൾ ടെലിഗ്രാമിൽ ഇതെല്ലാം കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് റെഫർ ചെയ്യാനും എളുപ്പമായിരിക്കും. ഏത് ക്ലാസ് ആണ് എന്നുള്ളത് നോക്കി ടൈം ടേബിൾ പ്രകാരം തൊട്ട് താഴെയായിരിക്കും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക കേട്ടോ.